ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച് വിക്കിപീഡിയയുടെ സഹസ്ഥാപകനായ ലോറൻസ് മാർക്ക് സാങ്കർ നിരീശ്വരവാദത്തിൽ നിന്നും ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള സാങ്കറിന്റെ യാത്ര ഏവർക്കും വലിയ വിശ്വാസ സാക്ഷ്യമാണ്. താൻ കണ്ടെത്തിയ സത്യദൈവത്തെ ഏവർക്കും പകർന്നു നൽകാനും വിക്കിപീഡിയയുടെ സഹസ്ഥാപകൻ മറന്നില്ല. ചരിത്രത്തിലെ ഏറ്റവും വിപുലവും ഏറ്റവും അധികം പ്രചാരത്തിലുള്ളതുമായ റഫറൻസ് സോഴ്സായ വിക്കിപീഡിയയുടെ സഹസ്ഥാപകനായ ലോറൻസ് മാർക്ക് സാങ്കർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് ഈയിടെ ക്രിസ്തുവിശ്വാസത്തിലേക്കുള്ള തൻ്റെ പരിശീലനം ലോറൻസ് മാർക്ക് പ്രഖ്യാപിച്ചിരുന്നു. താൻ ഒരു ക്രിസ്ത്യാനിയാണെന്ന് പൂർണ്ണമായും പരസ്യമായും ഏറ്റുപറയാനും വിശുദ്ധീകരിക്കാനുമുള്ള സമയമാണിതെന്ന് സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവച്ചുകൊണ്ടാണ് സാങ്കർ തൻ്റെ ക്രൈസ്തവ വിശ്വാസം ഏറ്റുപറഞ്ഞിരിക്കുന്നത്. സ്വയം ഒരു നിരീശ്വരവാദി എന്ന് അവകാശപ്പെട്ടിരുന്ന 56-കാരനായ സാങ്കർ ഇന്ന് തൻ്റെ ക്രൈസ്തവ വിശ്വാസത്തിലേക്കുള്ള യാത്ര ലോകം മുഴുവനോടും പങ്കുവയ്ക്കുന്നത് ആഗോള ശ്രദ്ധ നേടുകയാണ്. ലൂത്രൻ മാതാപിതാക്കൾക്ക് ജനിച്ച സാങ്കർ 12-ാം വയസ്സിൽ ലൂത്രൻ സഭയിൽ അംഗത്വം സ്വീകരിച്ചു. കൗതുകവും ജിജ്ഞാസയുമുള്ള ഒരു കുട്ടിയെന്ന നിലയിൽ വിശ്വാസത്തിൻ്റെയും യുക്തിയുടെയും കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം നിരന്തരം ചോദ്യം ചോദിച്ചിരുന്നു. എന്നാൽ തൃപ്തികരമല്ലാത്ത ഉത്തരങ്ങൾ മാത്രമാണ് സാങ്കറിന് ലഭിച്ചിരുന്നത്. ക്രമേണ മതത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അദ്ദേഹം വ്യതിചലിക്കുന്നതിന് ഇത് തുടക്കമിട്ടു. ഏകദേശം 13 വയസ്സുള്ളപ്പോൾ തൻ്റെ ആഴത്തിൽ ആകർഷിച്ച തത്വചിന്തയിലേക്ക് സാങ്കർ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതിൽ കൂടുതൽ പര്യവേഷണം ചെയ്യാൻ തീരുമാനിച്ച സാങ്കർ കോളേജ് കാലഘട്ടത്തിൽ തത്വചിന്തയിൽ ബിരുദം നേടി. പിന്നീട് PhD പഠനത്തിലേക്ക്. അക്കാദമിക് പരിശീലന ഘട്ടത്തിൽ പ്രത്യേകിച്ച് അനലറ്റിക് ഫിലോസഫിയിൽ പലപ്പോഴും നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട ഒരു മേഖല അദ്ദേഹത്തിലെ അവിശ്വാസത്തെ ഉറപ്പിച്ചു. നിരീശ്വരവാദത്തിലുള്ള സാങ്കറിൻ്റെ ബോധ്യത്തെ ചോദ്യം ചെയ്തത് അദ്ദേഹത്തിൻ്റെ വിവാഹവും ആദ്യ കുട്ടിയുടെ ജനനവും ഉൾപ്പെടെയുള്ള പ്രധാന ജീവിത സംഭവങ്ങളോട് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. ഈ അനുഭവങ്ങൾ മറ്റുള്ളവരോടുള്ള ധാർമ്മിക ബാധ്യതകൾ എല്ലായ്പ്പോഴും സ്വന്തം താല്പര്യം കൊണ്ട് മാത്രം യുക്തിസഹമായി ന്യായീകരിക്കാനാകുമോ എന്ന ചോദ്യം അദ്ദേഹത്തിൽ ജനിപ്പിച്ചു. ഇത് അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളെ പുനർവിചിന്തനം ചെയ്യാൻ പ്രേരിപ്പിച്ചു. സ്വന്തം അവിശ്വാസത്തെക്കുറിച്ചുള്ള വിചിന്തനങ്ങളും ക്രിസ്ത്യാനികളോടുള്ള ദീർഘകാല ബഹുമാനവും ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സത്യത്തെ പുനർവിചിന്തനം ചെയ്യാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. 2019-ൽ സാങ്കർ ബൈബിൾ വീണ്ടും വായിക്കാൻ ആരംഭിച്ചു. ഇത്തവണ ബൈബിൾ കൂടുതൽ ശ്രദ്ധയോടെ വായിച്ചു. ബൈബിൾ വ്യാഖ്യാനങ്ങളും അനുബന്ധ ദൈവശാസ്ത്ര കൃതികളും സഹിതം തിരുവെഴുത്തുകൾ സമഗ്രമായി പഠിച്ചപ്പോൾ തൻ്റെ ആശങ്കകൾക്ക് ഉത്തരം നൽകാൻ ബൈബിളിന് കഴിയുന്നുവെന്ന് സാങ്കർ മനസ്സിലാക്കി. ക്രമേണ നിരീശ്വരവാദ വീക്ഷണം തുടച്ചുമാറ്റി സാങ്കർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു. LarrySanger.org ഒരു ബ്ലോഗ് പോസ്റ്റിൽ അദ്ദേഹം തൻ്റെ ആത്മീയ യാത്രയെ വിശദമായി രേഖപ്പെടുത്തി. ഒരു പ്രത്യേക ക്രിസ്ത്യൻ വിഭാഗത്തിൽ അംഗമായിരുന്നെങ്കിലും വിശ്വാസത്തെക്കുറിച്ചുള്ള തൻ്റെ അന്വേഷണത്തിലും നിഗമനത്തിലും സാങ്കർ സജീവമായി വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു. വിശ്വാസത്തിലേക്ക് മടങ്ങിയെത്തിയ സാങ്കേതിക ദർശകനായ സാങ്കർ തൻ്റെ വായനക്കാരെ ദിനംപ്രതി തിരുവെഴുത്തുകളുമായി ഇടപഴകാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. എന്തായാലും എല്ലാവരും ദിവസവും ബൈബിൾ വായിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന കേവലം ഒരു നിർദ്ദേശമല്ല, മറിച്ച് ഒരു ഉറപ്പായിരുന്നു. താൻ കണ്ടെത്തിയ സത്യവിശ്വാസത്തിൽ എല്ലാവർക്കും പ്രത്യാശ അർപ്പിക്കാം, വിശ്വസിക്കാം എന്ന ഉറപ്പ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിക്കേന ന്യൂസ്.